ഒരു നെയിൽ കട്ടറിന്റെ ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യാം. അത് കൊള്ളാല്ലേ, വെറൈറ്റി ആണ്. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ. അപ്പോൾ ഇതാണ് എന്റെ ഓൾഡ് നെയിൽ കട്ടർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് 5 ഡ്യൂറബിലിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തിരിക്കാൻ തെർമോക്കോളാണ്. കണ്ടില്ലേ, ഓൾഡ് തെർമോക്കോളാണ്. ഒരു നെയിൽ കട്ടറിൽ 2 സംഭവം ഉണ്ട്. ഒന്ന് ഈ പോയിന്റ്, ഒന്ന് ഈ പോയിന്റ്. ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് ഇതിന്റെ ഈ പോർഷൻ ആണ്. ഇത് വെച്ച് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. നോക്കാം, തുടങ്ങാൻ പോയി. ഇത് ചീളായിട്ട് പോയാലും ഈസി ആയിട്ട് ബ്രേക്ക് ആവുന്നു. അപ്പോൾ തെർമോക്കോളിൽ സക്സസ് ആണ്. നെക്സ്റ്റ് ഐറ്റം ഓക്കെ. നെക്സ്റ്റ് ഐറ്റം നമുക്ക് കിട്ടിയിരിക്കുകയാണ് കട്ടിയുള്ള ഒരു കാർബോർഡാണ്. പിടിച്ചിട്ട് നല്ല കട്ടിയുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നു. ഓ, ബ്രേക്ക് ആവുന്നുണ്ട്. ഇത്ര പെട്ടെന്ന് ബ്രേക്കായ ഇപ്പൊ ഇത് കഴിയും ഇതിന്റെ പരിപാടി. അതെന്തിനത് ഒറ്റയടിക്ക് ഇത്രയും ബ്രേക്കായി. രണ്ട് പീസായി. അടുത്ത നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് കുറച്ചുകൂടെ കട്ടിയുള്ള സാധനമാണ്. ഗൈസ്, എന്താണെന്ന് ഗസ് ചെയ്യാമോ? പറഞ്ഞേ. ബാർ സോപ്പാണ്. നോർമൽ സോപ്പിനെ കാട്ടിയും കുറച്ചുകൂടെ കട്ടിയുണ്ട്. നമ്മൾ ഇത്രയും ട്രൈ ചെയ്ത 2 സാധനത്തിനെ കാട്ടിയും കുറച്ചുകൂടെ തിക്നെസ് ഉള്ള സാധനം. സോ ഇതിനെ നമ്മൾ 2 പീസാക്കി മാറ്റണം. അതാണ് അടുത്ത ചാനൽ. തുടങ്ങാൻ പോയി. അടുപ്പാണ് കേട്ടോ. ഓ, പക്ഷെ പറ്റും. നിസ്സാരം. പക്ഷെ ഇതിന്റെ ബാക്കിൽ ഒരു കട്ട് പോലും വീഴുന്നു. നിസ്സാരം. 2 പീസ്. ഇതൊന്ന്. ഇത് അത്യാവശ്യം വലിയ പീസാണ് ഗൈസ്. ഇത് കുറച്ചുകൂടെ ചേർക്കും. കൊള്ളാല്ലേ? ഈ വുഡൻ പീസാണ്. കുറച്ച് തിക്നെസ് ഉണ്ട് ഗൈസ്. കണ്ടില്ലേ, എന്തിന്റെ റബ്ബറാണ്, എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും നമുക്കിപ്പം വലിയ മരമൊന്നും എന്തായാലും ഇത് വെച്ച് നടക്കൂല. നോക്കാം. അയ്യേ, ഇത് ചീളടേ. 2 പീസായി ഓൾറെഡി. 2, 3. ഇത് ഓവർ തിക്നെസ് ഉള്ള പീസല്ല, ചെറിയ പീസ് ആയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഒടിഞ്ഞു. കണ്ടില്ലേ, കൂടുതൽ ഡെക്കറേഷൻ ഒന്നുമില്ല ഗൈസ്. ഇതൊരു തേങ്ങയാകുന്നു. നമ്മുടെ ഫൈനൽ തേങ്ങയിലാണ്. എന്റെ പൊന്നു, ഒരു തേങ്ങ നമുക്ക് ഇത് വെച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റും. നോക്കാം. കുറച്ച് ഹാർഡ് ടാസ്ക് ആണ്. എന്തായാലും നമുക്ക് നോക്കാം. ഇതിന് എത്ര ടൈം എടുത്താലും ഞാൻ അത് പറയാം ഗൈസ്. ടൈമർ വെച്ചോട്ടെ. ടൈമർ സ്റ്റാർട്ട് ആയിട്ടുണ്ട് ഗൈസ്. തുടങ്ങാം. യെസ്, ഈ ഹാൻഡിൽ എങ്ങനെ പോയി വരെ വന്നത്. ഈ കണ്ടു. ഓ, ഇനി എത്രയും കൂടെ ഗൈസ്. Come on, Bivix. Yes. Yeah. തെറ്റി. ഗൈസ്, അപ്പോൾ 10 മിനിറ്റ് 55 സെക്കൻഡ് എടുത്തിരിക്കുകയാണ്. സാധനം നമ്മൾ ഉപയോഗിച്ചു. യെസ്. പിന്നെ വേറൊരു സംഭവം ഉണ്ട് ഗൈസ്. ഇതാ കണ്ടില്ലേ, ഇതിന്റെ ഈ ബ്ലേഡ് പോയി. കുഴപ്പമില്ലേ. എന്നാലും നമ്മൾ ഈ ഒരു നെയിൽ കട്ടർ വെച്ച് ഈ തേങ്ങ പൊയ്ക്കുന്നുള്ള ഒരു സാധനം ഹാർഡാണ്, പക്ഷേ ഇറ്റ്സ് പോസിബിൾ ഗൈസ്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ ഗൈസ്. 30% ആൾക്കാരുടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ 1 മില്യൺ കൺസിഡർ സബ്സ്ക്രൈബ് ഗൈസ്. അപ്പോൾ ബൈ.